ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാനിന്ന് ചെടിയൊക്കെ നനച്ചുകൊണ്ട് ഇന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചോമ്യമ്മ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചോമ്യമ്മ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ശാസ്തമംഗലത്തൊരു വീടുണ്ട്, അത് വൃത്തിയാക്കണം, അവിടെ ആൾ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളും ഒക്കെ പറയാണ്. അപ്പോഴത്തേക്കും ഞാൻ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് പറയാണ്, കറണ്ട് ബില്ല് വരില്ലേ, നീ എന്തിനാ ഇത്ര ലൈറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്, കറണ്ടൊക്കെ ഓഫ് ചെയ്യുന്നൊക്കെ പറയാണ്. അങ്ങനെ സീരിയസ് ആയിട്ട് കുറച്ച് വർത്താനം ഇങ്ങനെ എന്നോട് പറഞ്ഞ് കേൾപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ വർത്താനം പറയാന്ന് വെച്ചാൽ ഇതുപോലൊരു സന്തോഷം വേറൊന്നുമില്ല. അപ്പോൾ കുറേ നേരം നിന്ന് എൻ്റെ അടുത്ത് കുറേ കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ടൈം ലിമിറ്റ് കാരണം അതെല്ലാം ഇതിലോട്ട് കാണിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു കിടന്ന സാധനമൊക്കെ പൊക്കി എടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എന്നെക്കൊണ്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് പറ്റില്ല, ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞ് വെക്കാം. അതിന് മലക്കറി വാങ്ങി വെച്ചിരിക്കുകയായിരുന്നേ. അപ്പം അതിനെയൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ്, അതൊന്നും ഒറ്റയ്ക്ക് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല, അവിടെ വയ്ക്കുക, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ വെച്ചിട്ട് പിന്നെയും കുറേ നേരം അവിടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ ഈ ചെടിക്കൊക്കെ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാനായിട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വൈകുന്നേരവും രാവിലെയൊക്കെ എൻ്റെ സന്തോഷമെന്ന് പറയുന്നത് നമ്മളെ ഈ ചെടികളാണെന്നുള്ളത്. ഒരുപാട് വീഡിയോസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ചെടിയൊക്കെ നനച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അത് നമ്മളെ വെള്ള റോസ് നിറച്ച് പൂത്തിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം. പിന്നെ നമ്മളെ ബോർഗൻ വില്ലേൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്തൊക്കെയോ പണിയൊക്കെ ഒപ്പിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവിടെ കിടന്ന തുണി എന്തൊക്കെ മടക്കി വെച്ച് ചുമ്മാ ഇരിക്കില്ല, കൈ ഇങ്ങനെ വിരിവിരാന്നിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു കേൾപ്പിക്കുകയാണ്, ലൈറ്റെല്ലാം നീ ഓഫ് ചെയ്ത് വെക്ക്, ആവശ്യമില്ലാത്ത കറണ്ടൊന്നും ഉപയോഗിക്കരുത്, ഗ്യാസൊക്കെ കത്തിക്കാൻ സൂക്ഷിക്കണം എന്നൊക്കെ പറയാനായിട്ട് എല്ലാവർക്കും പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോവാണ്. പോയി ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വരും കേട്ടോ എന്നെ കാണാൻ വേണ്ടിയിട്ട്. വീണ്ടും വന്ന് വീണ്ടും കുറേ കാര്യങ്ങളൊക്കെ പറയും, നീ കിടന്ന് ഉറങ്ങുവാള്, എനിക്ക് ഇങ്ങോട്ട് ഇങ്ങനെയൊന്നും കിടന്ന് ഉറങ്ങാൻ പാടില്ല, വീട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ജോലിയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇതാക്കിയിട്ട് പോകും കേട്ടോ. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വരും കേട്ടോ. താഴെയാണ് ആളുടെ താമസമൊക്കെ. അപ്പോൾ ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. അടുത്ത വ്ളോഗായിട്ട് വീണ്ടും